രണ്ട് OTT പടങ്ങളുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ആദ്യത്തെ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഹൊറർ കോമഡി ജോണറിൽപ്പെട്ട ഹലോ മമ്മി എന്ന സിനിമയെ കുറിച്ചാണ്. എനിക്ക് തോന്നിയിട്ട് ഒരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമാണ് സിനിമ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ചില ഫൺ മൊമെന്റ്സും നമുക്ക് സുപരിചിതമല്ലാത്ത ഒരു കഥാ സന്ദർഭവും എല്ലാം ഉണ്ട്. ഒരു രസകരമായ വൺ ലൈനും ഈ സിനിമയിലുണ്ട്. അല്ലാതെ കൂടുതലായിട്ട് എനിക്ക് ഒന്നും തോന്നിയില്ല. വളരെയധികം നല്ല കോമഡി സീനുകളോ അങ്ങനെ ഒന്നും തോന്നിയില്ല. ഒപ്പം മെയിൻ ലീഡ് ആക്ടേഴ്സായ ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി, അജു വർഗീസ്, ബിന്ദു പണിക്കർ തുടങ്ങിയ അത്യാവശ്യം താരനിരയുണ്ടെങ്കിൽ എല്ലാവരുടെയും പെർഫോമൻസ് വളരെ ഡൗൺ ആയിരുന്നു. ശരാശരിക്ക് താഴെ നിൽക്കുന്നവരുടെ പെർഫോമൻസും കൂടെ കണ്ട ഒരു സിനിമ കൂടിയാണ് ഹലോ മമ്മി എന്നുള്ള സിനിമ. ഓഫ്കോഴ്സ് ചില മൊമെന്റ്സിൽ ചിരിക്കാനുള്ള വകയുണ്ട്, പക്ഷെ എങ്കിലും അതൊന്നും പോരാ എന്നുള്ള ഒരു തോന്നൽ ഈ സിനിമയിൽ ഉടനീളമുണ്ട്. ഒപ്പം ഇതിലെ ക്യാരക്ടറൈസേഷൻ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇത് തോന്നും. ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് ബോണി എന്നുള്ള ഒരു ക്യാരക്ടറാണ്. ഫുള്ള് തല്ലിപ്പൊളിയാണ്. അപ്പോൾ പുള്ളി ആകെ ഈ പൈസയൊക്കെ ചുമ്മാ ദൂർത്തടിച്ച് കളയുകയും അങ്ങനെ ചെയ്യുമ്പോഴാണ് നന്നാകാൻ വേണ്ടി പെണ്ണ് കെട്ടിപ്പിച്ച് വിടുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ ഒരു പെണ്ണ് കാണാൻ പോകുന്നു. അവിടെയാണ് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നല്ല പഠിപ്പിയായിട്ടുള്ള കുട്ടി. അത് എനിക്ക് കോമഡി ആയിട്ട് തോന്നിയത് അതാണ്. സിനിമയിൽ നല്ല കോമഡി അതാണ്. കാരണം പഠിപ്പിയാണെങ്കിൽ സ്പെക്സ് വെക്കണം എന്നുള്ള രീതിയിൽ ഐശ്വര്യലക്ഷ്മിക്ക് ഒട്ടും ചേരാത്തൊരു സ്പെക്സും എല്ലാം കൊണ്ട് വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് വെറുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് പറയുന്നത് മരിച്ച അമ്മ ഇപ്പോഴും കൂടെ ഉണ്ട്, അപ്പോൾ അതൊരു പ്രശ്നമാണ് എന്ന് പറയുന്ന രീതിയിലൊക്കെ തുടങ്ങുന്ന ഒരു ഈ പാത്രങ്ങളൊക്കെ എടുത്ത് എറിയുന്ന ഒരു പ്രേതം. അതാണ് ഈ സിനിമയിലുള്ളത്. ഐശ്വര്യലക്ഷ്മിയുടെ അമ്മാൻ്റെ ക്യാരക്ടറാണ്. മരുമകനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ചെറിയ ഈ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെരുപ്പിട്ട് പാത്രം എടുത്ത് എറിയുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതായത് ഒരു നല്ലൊരു ഹ്യൂമർ വർക്കാവുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ അത് നല്ല രീതിയിൽ യൂസ് ചെയ്തില്ല എന്ന് വേണം എനിക്ക് തോന്നിയത്. അപ്പോൾ ഒരു ആവറേജ് മൂവിയാണ്. ചിലർക്ക് ഈ സിനിമ വർക്കായി അവരും ഉണ്ട്. സോ നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതാകുക. അടുത്തത് നമ്മൾ ഒരു ഹിന്ദി മൂവിയാണ് ധൂം ധാം എന്ന ഒരു സിനിമയാണ്. എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത് കംപ്ലീറ്റ് ഫൺ റൈഡ് ആയിട്ടാണ് തോന്നുന്നത്. ആദ്യ അവസാനം വരെ അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജ് ചെയ്ത് പോകുന്ന ഒരു ഫൺ മൂവിയാണ് ഈ ധൂം ധാം എന്ന സിനിമ. യാമി ഗൗതവും പ്രതീക് ഗാന്ധിയാണ് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ കല്യാണമാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത്. ഒരു എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് രണ്ടുപേരിൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് തുടങ്ങുന്നുണ്ട്. അവരുടെ ഫസ്റ്റ് നൈറ്റിൽ ഒരു ഇതാകുന്ന സമയത്ത് പെട്ടെന്ന് കുറച്ച് ആളുകൾ വരികയും ഒരു കാര്യം ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ ചാർലി എന്ന് പറയുന്ന ഒരു സംഭവം ചോദിക്കുകയാണ്, എവിടെയാണ് ചാർലി എന്ന് പറയുന്ന ഗൺ പോയിന്റിൽ നിർത്തി ഇവരോട് ചോദിക്കുകയാണ്. ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാകണല്ലോ. അപ്പോൾ നമുക്കും കാര്യങ്ങൾ മനസ്സിലാകണം അതെന്താ സംഭവം. അപ്പോൾ അടുത്തത് എന്താണ്, അതായത് എന്താണ് ഈ ചാർലി, ഇവരുമായിട്ട് എന്താണ് ബന്ധം, പിന്നീടുള്ള ഫൺ റൈഡാണ്. അങ്ങനെ തുടങ്ങുന്ന ഓട്ടമാണ് ഇവർ രണ്ടുപേരും കൂടെ. ഈ ചാർലി തേടിയുള്ള നല്ലൊരു ഫൺ റൈഡാണ് ഈ സിനിമ. യാമി ഗൗതം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ സിനിമയിൽ ഭയങ്കര ഒരു ആ ക്യാരക്ടറൈസേഷനൊക്കെ വളരെ ഒരു ഫണ്ണി ക്യാരക്ടറായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഒപ്പം പ്രതീക് ഗാന്ധി, ഇവൻ്റെ രണ്ടുപേരും കോമ്പിനേഷൻ സീൻസൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ത്രൂ ഔട്ട് നമുക്ക് ഒരു ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റി. ചില സ്ഥലത്ത് ഈ സിനിമയുടെ മെയിൻ കോർ പ്ലോട്ടിൽ നിന്ന് ഡൗൺ ആകുന്ന പോലെയൊക്കെ തോന്നിയെങ്കിൽ പോലും ഇവരുടെ ഒരു കോമ്പിനേഷൻസ് കാണാൻ ഒരു രസമുള്ളതുകൊണ്ട് തന്നെ ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റി ഈ സിനിമ എന്നുള്ളതാണ്. ഞാൻ പറയില്ല, ഒരു ലോജിക്കലി ഒന്നും നോക്കാതെ തന്നെ ഒരു ജസ്റ്റ് ഒരു ഫൺ മൂവി കാണാനുള്ള ഈ സിനിമ നല്ല ഒരു ഡീസൻറ്റ് വാച്ചാണ് ധൂം ധാം എന്നുള്ള സിനിമ. അതുപോലെ തന്നെ ഇവരുടെ ക്യാരക്ടറൈസേഷൻ ആണെങ്കിലും അവരുടെ ഒരു സംഭവമൊക്കെ ആണെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ അവരുടെ ആദ്യത്തെ കുറച്ചൊരു 10 മിനിറ്റിനുള്ളിൽ അവരുടെ ഫാമിലി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് അത്യാവശ്യം മതിയാവോളം തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് അതിലൂടെ തന്നെ അതിൻ്റെ ക്യാരക്ടറൈസേഷൻ, അതിൻ്റെ ഫാമിലി എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ കാണിച്ചു തരുന്നുണ്ട്. അതിനുശേഷം ഇവരുടെ ക്യാരക്ടറൈസേഷൻ്റെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു വിഭിന്നത ഉണ്ടല്ലോ, അതൊക്കെ നല്ല രസകരമായ രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ രണ്ട് സിനിമകൾ ഇതാണ് എൻ്റെ അഭിപ്രായം. സോ നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബൈ.